നമസ്കാരം സാർ. ഹലോ. എന്താ? ഇന്ന് വൈകുന്നേരം 8:30 റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഏത് തിയേറ്റർ? മിനർവ തിയേറ്റർ. മിനർവ. മിനർവയോ? ആരോട് വെച്ചിട്ട് ഫിക്സ് ചെയ്തു? വേറെ തിയേറ്റർ ഒന്നും കിട്ടിയില്ല സാർ. കിട്ടിയില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണ്ട. ക്വാളിറ്റി ഇല്ലാതെ സോങ് എടുക്കാൻ ജിതിൻലാലിനെ കിട്ടില്ല. കൃഷ്ണദാസിന് പിന്നെ ഒഴിവുണ്ടാവില്ല അത്രേ. കൃഷ്ണദാസോ? അവനാര്? അവന്റെ സമയത്തിന് ജിതിൻലാലിനെയും കിട്ടില്ല. ആ റെക്കോർഡിംഗ് മാറ്റി വെച്ചേക്ക്. പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് പാട്ട് ഹിറ്റാക്കാൻ ജിതിൻലാലിന് അറിയാം. അത് ഒന്നും പറയണ്ട. എന്തായി? ലിറിക്സ് ഒക്കെ എഴുതി കിട്ടിയോ? കിട്ടി സാർ. ഇദ്ദേഹമാണ് പാട്ട് എഴുതിയത്. ചെറുപ്പളശ്ശേരി കൃഷ്ണൻ നായർ. ഏത് നായരാലും കൊള്ളാം, എഴുതനാലും കൊള്ളാം. ലൈൻസ് കൊള്ളില്ലെങ്കിൽ ഞാൻ ചവറ്റുകൊട്ടെ വലിച്ചത്. ഒന്ന് നോക്കണം സാർ. നോക്കാം, വരൂ. എന്നത്തേക്ക് കമ്പോസ് ചെയ്യാൻ സാർ? ഞാൻ ചെയ്യുന്നില്ല. ഇടിപ്പടത്തിന് ട്യൂൺ ചെയ്യാൻ, പാട്ട് ട്യൂൺ ചെയ്യാൻ ജിതിൻലാലിന്റെ ആവശ്യമില്ല സാർ. പ്ലീസ്. ഇപ്പൊ എന്റെ തലക്കകത്ത് മുഴുവൻ മ്യൂസിക് ആണ്. നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്ലീസ് പ്ലീസ് കം, പ്ലീസ് കം. യെസ്, ഇരിക്കൂ. ലിറിക്സ് എടുക്കൂ. ഭാര്യയ്ക്ക് വെടിയേറ്റു. ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് പായുകയാണ്. അപ്പാ ശരി, അതല്ലേ സിറ്റുവേഷൻ? അതെ. ആ സിറ്റുവേഷനിലുള്ള ലിറിക്സ് എടുക്കൂ. പാപപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും? എന്തോന്ന്? പാപപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും? എന്താ അതിന്റെ അർത്ഥം? പാപത്താൽ പങ്കിലമായ ഈ മഞ്ജീര സിഞ്ചിതം. എന്തോന്നാ ഈ മഞ്ജീര സിഞ്ചിതം? മഞ്ജീരമായ സിഞ്ചിതം സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. അതിന്റെ അർത്ഥം പറയടോ. നല്ല ഒന്ന് രണ്ട് വാക്ക് കിടക്കട്ടെ എന്ന് കരുതി. കൊണ്ടുപോകണ്ട, കാണട്ടെ. മഞ്ജീര സിഞ്ചിതം കൊള്ളാം. എവിടെ? ഇതൊക്കെ കവിതകളാണോ? അങ്ങോട്ട് കൊണ്ടുവാ. അവന്റെ മഞ്ജീര സിഞ്ചിതം. ഇനി താൻ കവിത എഴുതരുത്. കുറെ കവികൾ നടക്കുന്നു മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. എടോ, ഇതൊക്കെ ഒരു തരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ സിഞ്ചിതവും കൊണ്ട് നടക്കും. മനസ്സിലായോ? പോയിക്കോളൂ, പോയിക്കോളൂ. റെക്കോർഡിങ് മഞ്ജീര സിഞ്ചിതത്തിന് ഉപദ്രവമില്ലാത്ത വേറെ ഏതെങ്കിലും അലവരെ വിളിച്ചോണ്ട് വാ. ഞാൻ നോക്കാം. പ്ലീസ് പ്ലീസ് വാ. പ്ലീസ്. എന്റെ തലക്കകത്ത് മുഴുവൻ ഇപ്പൊ മ്യൂസിക് എടുത്ത് കളിക്കാം. എന്തോ നാടേ ഇത്? എന്താ പ്രശ്നം? അവന്മാര് നിന്നെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. എന്താ കാര്യം? കവിശല്യം. കവിശല്യം കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേലാതായിരിക്കുന്നു അളിയാ. എന്ത്? അശരീരി ഗാനം, പാപ പങ്കിലവെന്നോ മഞ്ജീര സിഞ്ചിതോ എനിക്കൊന്നും അറിയാൻ മേല. ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടടേ, രക്ഷപ്പെട്ട് പോട്ട്. അതെങ്ങനാ? വലിയ ആളായി കഴിയുമ്പം ദാ വന്ന വഴി മറക്കരുത് നീ. ഞാൻ വന്ന വഴിക്ക് എന്താ ഒരു കുഴപ്പം? ഓഹോ, ഇപ്പൊ അങ്ങനായോ? ദാ ഹിന്ദി സിനിമയെന്നും തമിഴ് സിനിമയെന്നും ഒക്കെ മോഷ്ടിച്ച ട്യൂൺ കൊണ്ടല്ലടാ നീ ആളായത്. ഓടാവിടുന്നു. ദാ ഞാൻ നിനക്ക് കൊണ്ടു തന്ന ഒരു പഞ്ചാബി പാട്ടിന്റെ കാസറ്റ് വെച്ചല്ലടാ നീ വലിയ ഹിറ്റ് മേക്കർ ആയത്. ഒറിജിനൽ വേണ്ടാത്തവന് മായം ചേർത്ത് കൊടുക്കും. ഇപ്പൊ ജിതിൻലാൽ മോഷണം നിർത്തി. പാട്ടെഴുത്തുകാരും പാട്ടുകാരും ഒന്നും എനിക്കൊന്നൊരു പ്രശ്നമേ അല്ല. പിന്നെ എന്തോന്നാ നിനക്ക് പ്രശ്നം? കഴിവുണ്ടോ? ഞാൻ പ്രോത്സാഹിപ്പിക്കും. ആഹാ, അത്രത്തോളം ചങ്കൂറ്റമായോ നിനക്ക്? നീ പുറത്തിറങ്ങി നാളോട് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം. കഴിവുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന നീ ചാൻസ് കൊടുക്കൂ? കഴിവുണ്ടേ കൊടുക്കും. കഴിവൊക്കെ ഉണ്ട്. മനുഷ്യന്റെ ശരീരം അറുത്തു മുറിക്കുന്ന നീയൊക്കെ സംഗീതത്തെ വിലയിരുത്താറായടേ. ആരാ പാർട്ടി? പാർട്ടിയെ ഞാൻ കൊണ്ടുവരാം. പക്ഷേ കൊണ്ടുവരുമ്പോ വാക്ക് മാറില്ല. നീ കൊണ്ടുപാടേ, പക്ഷെ കഴിവുണ്ടായിരിക്കണം. എന്നാ പിന്നെ സാറിന്റെ സമയം കൂടുതൽ കളയുന്നില്ല. നാളെ രാവിലെ പാർട്ടിയായിട്ട് വിടത്തും. കൊണ്ടുവാ. ഇതൊക്കെ മോഷ്ടിക്കാൻ വെച്ചിരിക്കുന്ന ട്യൂണാണേ.